ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ ഗ്രീൻ നക്ഷത്ര ടാരോ. ഫ്രണ്ട്സ്, ഇന്നത്തെ റീഡിംഗ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം നടക്കുന്നത് ശിവരാത്രിയാണ്. അപ്പോൾ ശിവരാത്രിക്ക് ശിവഭഗവാൻ എന്ത് മെസ്സേജസ് ആണ് നമ്മൾക്ക് തരണത് അല്ലെങ്കിൽ നിങ്ങൾക്ക് തരാൻ പോണത് അതിനെ പറ്റിയുള്ള ഒരു ചെറിയ റീഡിംഗ് ആണ്. അപ്പോൾ ഇവിടെ 2 പൈൽസ് ഉണ്ട്, ഒരു കോഫി കളർ ആൻഡ് ബ്ലൂ കളർ. ഓക്കെ, സോ കോഫി കളർ ആണ് ഫസ്റ്റ് പൈൽ, സെക്കൻഡ് പൈൽ ബ്ലൂ കളർ. സോ ഫസ്റ്റ് പൈൽ കോഫി കളർ ആരാണോ തിരഞ്ഞെടുത്തിരിക്കുന്നത് അവർക്ക് ശിവരാത്രിക്ക് എന്ത് മെസ്സേജസ് ആണ് ഈശ്വരൻ തരണത് അല്ലെങ്കിൽ ശിവഭഗവാൻ എന്ത് മെസ്സേജസ് ആണ് നിങ്ങൾക്ക് തരണത് എന്ന് നോക്കാം. ഓക്കെ, ഫസ്റ്റ് പൈൽ ആരാണോ തിരഞ്ഞെടുത്തിരിക്കുന്നത് അവർക്ക് ശിവഭഗവാൻ എന്ത് മെസ്സേജസ് ആണ് തരാൻ പോണത്. ഓക്കെ 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 ഫ്രണ്ട്സ്, നിങ്ങൾ വിചാരിക്കുന്ന മാതിരിയല്ല ഈശ്വരൻ നിങ്ങൾക്ക് തരണത്. നമ്മളെപ്പോഴും കൂടുതലും നമ്മളെ തന്നെ സ്ട്രെസ്സ് കൊടുക്കുന്ന ഒരു നേച്ചറിലേക്കാണ് നമ്മളെപ്പോഴും പോണത്. മീൻസ് ഈശ്വരൻ നമ്മൾക്ക് എന്താ തരണ അതിനെ പറ്റിയുള്ള ഒരു അറിവ് അല്ലെങ്കിൽ ഒരു എന്താ പറയുക, നമ്മൾക്കൊരു സ്വയം അറിവ് അത് നമ്മൾക്ക് കിട്ടണമെങ്കിൽ നമ്മൾ വിചാരിക്കും നമുക്ക് എന്തെങ്കിലും നമ്മളുടെ ജീവിതത്തിൽ പോസിറ്റീവായി നടക്കണം, എന്നാലേ ഈശ്വരൻ നമ്മളെ രക്ഷിക്കുന്നുള്ളൂ എന്നാണ്. പക്ഷേ എന്തുകൊണ്ട് നമ്മൾ വിചാരിക്കുന്ന കാര്യങ്ങൾ നമ്മൾക്ക് നടക്കുന്നില്ല? നമ്മൾ വിചാരിക്കുന്ന ഇതിൽ കുറേ പേര് വിചാരിക്കണം എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഞാൻ ഇത്രയൊക്കെ ഹാർഡ് വർക്ക് ചെയ്യണു, അത് റിലേഷൻഷിപ്പിലായാലും ശരി അല്ലെങ്കിൽ നിങ്ങളുടെ കരിയറിലായാലും ശരി, നിങ്ങൾ വിചാരിക്കുന്നത് നിങ്ങൾ കുറേ ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്, അതിനുള്ള ഒരു സന്തോഷം അല്ലെങ്കിൽ റിട്ടേൺ നിങ്ങൾക്ക് കിട്ടുന്നില്ല, അത് എന്തുകൊണ്ടാണ് എന്ന് പറഞ്ഞിട്ട്. പക്ഷേ ഇവിടെ കാണിക്കുന്നത് അതൊക്കെ നമ്മളുടെ കർമ്മ ആണ്. കർമ്മ എന്താന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, കർമ്മ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈശ്വരൻ നിങ്ങൾക്ക് നല്ലത് തരാൻ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ അത് അക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു എനർജി ഉണ്ടല്ലോ. ഇപ്പം നമ്മളിപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ പറയുകയാണെങ്കിൽ, നിങ്ങൾ എക്സാം എഴുതാൻ നോക്കുകയാണ്. ഇപ്പോൾ എക്സാം എഴുതാൻ നോക്കുമ്പോൾ നിങ്ങൾ സ്വയം വിചാരിക്കുകയാണ്. ഇപ്പോൾ ഞാൻ ഒരു സ്റ്റുഡൻസിൻ്റെ ലൈഫിനെ പറ്റി ഇപ്പോഴും എക്സാമ്പിൾ എന്താ തരണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പെട്ടെന്ന് നമ്മൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പോൾ നിങ്ങളുടെ ബോർഡ് എക്സാമൊക്കെ നടക്കാൻ പോവുകയാണ്. അപ്പോൾ നടക്കുകയാണ്, ഇപ്പം നിങ്ങളുടെയൊക്കെ ബോർഡ് എക്സാം നടക്കുകയാണ്. അപ്പോൾ ബോർഡ് എക്സാം നടക്കുന്ന സമയത്ത് നിങ്ങൾ വിചാരിക്കുകയാണ് സ്വയം, അയ്യോ ഞാൻ ഇത്രയൊക്കെ പഠിച്ചു കഴിഞ്ഞു, എനിക്ക് എന്നാലും ഒരു കോൺഫിഡൻസ് ഉണ്ടല്ലോ. ആ കോൺഫിഡൻസ് മീൻസ് ഞാൻ വിചാരിക്കുന്ന അത്ര എനിക്ക് ഫസ്റ്റ് റാങ്ക് കിട്ടണം. അപ്പോൾ ആ ഫസ്റ്റ് റാങ്കിനുള്ളതൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്, പക്ഷെ എനിക്ക് കിട്ടുമോ ഇല്ലേ? അപ്പോൾ എന്നെക്കാട്ടിലും കൂടുതൽ വേറെ ആൾക്കാരൊക്കെ ഉണ്ട്, അവർക്കല്ലേ കിട്ടുള്ളൂ. അത് നിങ്ങളിപ്പോൾ കുറച്ച് പേരോട് സംസാരിക്കുകയാണ് എക്സാം ടൈമിൽ എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്ന, അയ്യോ ഞാൻ ഇത്രയൊക്കെ ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്, പക്ഷേ എന്നെക്കാട്ടിലും കൂടുതൽ ഹാർഡ് വർക്കുള്ള ചെയ്തിട്ടുള്ള ആൾക്കാരുണ്ട്, എന്നെക്കാട്ടിലും കൂടുതൽ ബുദ്ധിയുള്ള ആൾക്കാരുണ്ട്, അപ്പോൾ എനിക്ക് ആ പൊസിഷൻ കിട്ടില്ല അന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ എന്താ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഈശ്വരൻ നിങ്ങൾക്ക് തന്നിട്ടുള്ള ഒരു എല്ലാവർക്കും ഒരേമാതിരി ജീവിതം തരണം എന്നില്ല, നമ്മൾക്ക് എല്ലാവർക്കും ഒരേമാതിരിയുള്ള ബുദ്ധി തരണം എന്നില്ല. നമ്മൾക്ക് എല്ലാവർക്കും ബ്രെയിൻ തന്നിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ചിന്തകൾ, നമ്മളുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ നമ്മളെ ഓരോരുത്തരുടെയും ചിന്തകൾ വേറെ വേറെ ആയിരിക്കും. ഇപ്പം നമ്മളൊരു അമ്മ പെറ്റ മക്കളാണ് എങ്കിൽ പോലും നമ്മൾക്ക് നമ്മൾ പറയില്ലേ നമ്മളുടെ കയ്യിൽ 5 വിരൽ തന്നിട്ടുണ്ട്, പക്ഷെ 5 വിരലിൻ്റെയും ഓരോന്നിൻ്റെയും ഓരോ എലിമെൻ്റാണ്, ഓരോ ചിന്തകളാണ്, ഓരോ കാര്യങ്ങളെ അത് ആ വിരലുണ്ടെങ്കിലേ നമ്മൾക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അതേമാതിരിയാണ് എല്ലാ മനുഷ്യന്മാരുടെയും ജീവിതത്തിൽ. നമ്മളിപ്പോൾ വിചാരിക്കുകയാണ് എന്നെക്കൊണ്ട് കഴിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ ഈശ്വരൻ പക്ഷെ നമ്മൾക്ക് കഴിവ് തന്നിട്ടുണ്ട്. ഇപ്പം ചിലവർക്ക് ഹാർഡ് വർക്ക് ചെയ്താലേ ആ പൊസിഷനിൽ എത്താൻ പറ്റുള്ളൂ. ചിലവരിപ്പോൾ ക്ലാസ്സിൽ മാത്രം ശ്രദ്ധിക്കുന്ന കുട്ടികളുണ്ടാവുമായിരിക്കും, എന്നാലും പുറത്തൊക്കെ കളിക്കുന്ന കുട്ടികളായിരിക്കും, അവർ പുറത്ത് ലൈഫ് എൻജോയ് ചെയ്യുന്ന ആൾക്കാരായിരിക്കും. അവർക്കും വേണമെങ്കിൽ ഫസ്റ്റ് ക്ലാസ് കിട്ടുക അല്ല ഫസ്റ്റ് റാങ്ക് കിട്ടുക. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ ക്ലാസ്സിൽ ശ്രദ്ധിക്കുന്നുണ്ട്, അവർക്ക് അത്ര ബുദ്ധിമതി, ആ 45 മിനിറ്റ്സ് മതി അതിനെ ഗ്രാസ്പ് ചെയ്തെടുക്കാൻ. പക്ഷെ ചിലവർക്ക് ക്ലാസ്സിലും ശ്രദ്ധിക്കുന്നുണ്ട്, ക്ലാസ്സിലും അവർ ഇരിക്കുന്നുണ്ട്, അവർ കോൺസെൻട്രേറ്റ് ചെയ്യുന്നുണ്ട്, പക്ഷെ വീട്ടിൽ വന്നിട്ടും അവർ രാവിലെ തൊട്ട് രാത്രി വരെ പഠിക്കുന്നുണ്ട്, മീൻസ് രാത്രി മുഴുവൻ ഇരുന്ന് പഠിക്കുന്നുണ്ട്, എന്നിട്ടും അവർക്ക് അത് ആ കോൺഫിഡൻസ് കിട്ടുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അവരുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ അവർ സ്വയം മറ്റുള്ളവരുമായിട്ട് കമ്പയർ ചെയ്യുന്നത് കൊണ്ടാണ്. ഇത് ഞാൻ പറയുന്ന കാര്യം എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഈശ്വരൻ എല്ലാവർക്കും
ഈച്ച് ആൻഡ് എവ്രി ക്രീച്ചർ ഇൻ ദ വേൾഡിൽ അത് അവർക്ക് ഓരോരുത്തർക്കും ഓരോരോ കഴിവുകൾ കൊടുത്തിട്ടുണ്ട്, ഓരോരോ വിധത്തിലുള്ള കഴിവുകൾ കൊടുത്തിട്ടുണ്ട്. ഇപ്പം ഒരു ബ്രെയിൻ കൊടുത്തിട്ടുണ്ട്, ബ്രെയിൻ എല്ലാവർക്കും കൊടുത്തിട്ടുണ്ട്. പക്ഷെ അതിൽ ചിലവർ മാത്രമേ ന്യൂട്ടൺ ആവുള്ളൂ, ചിലവർ മാത്രമേ മീൻസ് ഇപ്പോഴത്തെ ഇതിലെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലവർ മാത്രമേ ആചാര്യന്മാരാവുള്ളൂ, ചിലവർ മാത്രമേ സിദ്ധന്മാരാവുള്ളൂ, ചിലവർ ചാണക്യ ആവുള്ളൂ. അപ്പം എല്ലാവർക്കും എല്ലാം ആവാൻ പറ്റില്ല. പക്ഷേ എന്നാലും സ്വന്തം കഴിവിനെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യണം. അതാണ് ശരിക്കും ഈ പറഞ്ഞാലുള്ള ഒരു എനർജി നമ്മൾക്ക് കിട്ടാൻ പോണത്. മീൻസ് ഇതിൽ നിങ്ങളിങ്ങനെ വിചാരിക്കുകയാണ് ഞാൻ ഹാർഡ് വർക്ക് ചെയ്താലും എനിക്കൊന്നും കിട്ടാൻ പോണില്ല, എനിക്ക് എൻ്റെ ഇത് എന്താ പറയുക ഭാഗ്യം അല്ലെങ്കിൽ അത് എപ്പോൾ വരും എന്നുള്ളത് എനിക്ക് കണക്ക് കൂട്ടാൻ, അത് സ്വയം തന്നെ കണക്ക് കൂട്ടുകയാണ്. ഞാൻ ഇത്രയൊക്കെ ചെയ്തു, ഞാൻ ഇതൊക്കെ ചെയ്തു, എൻ്റെ ഭാഗ്യത്തിൽ ഇത്ര എനിക്ക് തരുന്നുള്ളൂ ഈശ്വരൻ, എനിക്കിതേ ഉള്ളൂ എന്ന് സ്വയം വിചാരിക്കുമ്പോൾ അത് വിചാരിച്ച് നിങ്ങൾ തന്നെയാണ് നിങ്ങളുടെ എനർജിയെ ലോ ചെയ്യുന്നത്. നിങ്ങൾ തന്നെയാണ് നിങ്ങൾക്ക് എന്താ കിട്ടേണ്ടത് അത് നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാനുള്ളത്. നോക്കൂ, ഈശ്വരൻ തരുന്നുണ്ട്. ഇവിടെ 3 കപ്പാണ് നിങ്ങൾക്ക് തന്നിരിക്കുന്നത്, അത് നിറഞ്ഞ കപ്പുകൾ. പക്ഷെ നിങ്ങൾ ആലോചിക്കുന്ന എൻ്റെ അടുത്ത് 1 കപ്പും കൂടെ ഉണ്ടായിരുന്നെങ്കിലോ, എനിക്ക് 1 കപ്പും കൂടെ ഈശ്വരൻ തന്നായിരുന്നെങ്കിലോ, അതും തരുന്നുണ്ട്. പക്ഷെ നിങ്ങൾ എന്താണ് ഈ 3 മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് ഈ 4ാമത്തെ കപ്പ് ഈശ്വരൻ തരുന്നത് അത് നിങ്ങൾക്ക് അതിന് ഇത് ചെയ്യാനുള്ള ഇതില്ല. മീൻസ് ഞാൻ 3 കപ്പിലും നല്ലപോലെ ഇത് ചെയ്യുന്നുണ്ട്, ഇനിയിപ്പോൾ എനിക്ക് 4ാമത്തെ കപ്പ് കിട്ടുമോ ഇല്ലേ, പക്ഷെ അവിടെ തരുന്നുണ്ട് ഈശ്വരൻ. അതുകൊണ്ട് അതില്ലെങ്കിലും നിങ്ങൾക്ക് അതിനുള്ള കഴിവുണ്ട്, പക്ഷെ അത് നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുന്നില്ല. അതെന്താണെന്ന് പറഞ്ഞാൽ നിങ്ങൾ സെൽഫ് സാബോട്ടേജ് എന്ന് പറയില്ല. മീൻസ് അവനവനെ വിശ്വസിക്കുന്നില്ല, എന്നിട്ട് അവനവൻ്റെ കഴിവുകളെ വിശ്വസിക്കാത്തത് കൊണ്ട് നിങ്ങൾ തന്നെയാണ് നിങ്ങൾ ഫിസിക്കലിയും മെൻ്റലിയും നിങ്ങൾ ഭയങ്കരമായിട്ട് വീക്കായി പോവുകയാണ്. നിങ്ങളുടെ എനർജിയെ നിങ്ങൾ ലോ ചെയ്യണം. നിങ്ങൾ വിചാരിക്കുന്നത് നിങ്ങളെല്ലാവരും ചീറ്റ് ചെയ്യുകയാണ്, നിങ്ങളെ ഈശ്വരൻ തന്നെ ചീറ്റ് ചെയ്യുകയാണ്, നിങ്ങൾ ഭാഗ്യമില്ലാത്ത ആൾക്കാരാണ്. നിങ്ങൾക്ക് ഭാഗ്യമുണ്ട്. നിങ്ങൾ വിചാരിക്കുന്ന ഞാൻ എല്ലാ വിധത്തിലും സത്യസന്ധമായിട്ടും ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്, സത്യസന്ധമായിട്ടും എല്ലാവരോടും പെരുമാറുന്നുണ്ട്, സത്യസന്ധമായിട്ടും എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്യുന്നുണ്ട്, എന്നിട്ടും എനിക്ക് സന്തോഷം കിട്ടുന്നില്ല. ആ സന്തോഷം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വയം വാല്യൂ ചെയ്യുകയാണ്. ഞാൻ ചെയ്യുന്നതൊക്കെയാണ് ശരി, മറ്റുള്ളവരും ഈ ഞാൻ പറഞ്ഞില്ല, എല്ലാവർക്കും കഴിവുകൾ കൊടുത്തിട്ടുണ്ട്, എല്ലാവർക്കും ബുദ്ധി കൊടുത്തിട്ടുണ്ട്. പക്ഷെ എല്ലാവരും അവനവൻ്റെ രീതിയിൽ ഓരോരോ കാര്യങ്ങൾ ചെയ്യാനുള്ള കഴിവ് മീൻസ് ഈശ്വരൻ കൊടുക്കുള്ളൂ. അതെന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ അത് നമ്മൾ അക്സെപ്റ്റ് ചെയ്യണം. നമ്മൾക്ക് ഈ കഴിവുണ്ട് എന്നുള്ളത് അത് നമ്മൾ കണ്ടുപിടിക്കണം. നമ്മളുടെ കഴിവുകളെ നമ്മൾ ആ കഴിവിനെ പ്രോത്സാഹിപ്പിക്കണം, നമ്മൾ ആ കഴിവിനെ പോളിഷ് ചെയ്യണം. എന്നാലേ നമ്മൾ എന്താണോ ആഗ്രഹിക്കുന്നത് അത് നമ്മൾക്ക് കിട്ടുള്ളൂ. പക്ഷേ നമ്മൾ തെറ്റായ രീതിയിലായിരിക്കും നമ്മളുടെ കാര്യങ്ങൾ ചെയ്യണത്, തെറ്റായ വഴിയിലായിരിക്കും. ഇപ്പം നമ്മൾക്ക് ഫ്ലൈറ്റിൽ പോകണമെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ പെട്ടെന്ന് എത്തണ ഏത് ഫ്ലൈറ്റാണോ അതിൽ നമ്മൾക്ക് മീൻസ് നമ്മൾ എവിടെ പോയാലും ഇപ്പോൾ ഡൽഹിയിൽ പോകണമെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ നിങ്ങൾ കേരളത്തിൽ നിന്ന് ഡൽഹി പോകണമെന്നുണ്ടെങ്കിൽ കേരളത്തിൽ എത്രയൊക്കെയോ എയർപോർട്ടുണ്ട്. ചിലവർ കൊച്ചിയിൽ നിന്ന് കയറും, ചിലവർ മീൻസ് തിരുവനന്തപുരത്ത് നിന്ന് കയറും, ചിലവർ കണ്ണൂരിൽ നിന്ന് കയറും, ചിലവർ കോഴിക്കോട്ട് നിന്ന്, മീൻസ് എവിടെ നിന്നാണോ പോകേണ്ടത്, എവിടെ നിന്ന് പോയാലും ഡെസ്റ്റിനേഷൻ നമ്മൾക്ക് ഡൽഹിയിൽ എത്തണം എന്നുണ്ടെങ്കിൽ നമ്മൾ എവിടെ നിന്ന് പോയാലും ഡൽഹിയിലെത്തും. പക്ഷെ നമ്മൾക്ക് നോക്കണം, നമ്മൾക്ക് ഏറ്റവും നിയറസ്റ്റ് എയർപോർട്ട് ഏതാണ്, അതിൽ ആ നിയറസ്റ്റ് എയർപോർട്ടിൽ നിന്ന് നമ്മൾക്ക് ടിക്കറ്റ് കിട്ടിയാൽ നമ്മൾക്ക് ലാഭമുള്ളൂ എന്നുള്ളത് അത് നമ്മളാണ് തിരഞ്ഞെടുക്കേണ്ടത്. ഓക്കെ, സോ കുറച്ചുകൂടെ ഒരു ക്ലാരിറ്റിക്ക് വേണ്ടി നോക്കാം എന്താണ് ഈ ശിവരാത്രി സമയത്ത് നമ്മളുടെ എനർജി എന്താണ് നമ്മൾക്ക് മനസ്സിലാക്കി തരുന്നത്, നമ്മളുടെ എനർജി എന്താണ് നമ്മൾക്ക് തരണത് എന്ന് നോക്കാം. അല്ലെങ്കിൽ ശിവഭഗവാൻ എന്താണ് നമ്മളെ മനസ്സിലാക്കി തരാനത് എന്ന് നോക്കാം. ഓക്കെ, ഡോർ ടു റൊമാൻസ്. ചിലവർക്ക് സ്നേഹമാണ്, ചിലവർക്ക് കരിയറാണ്. അതേമാതിരി തന്നെ ചിലവർ മീൻസ് നമ്മൾ എത്രത്തോളം നമ്മളുടെ മൈൻഡ് ഡെവലപ്പ് ചെയ്യുന്നു, നമ്മൾ എത്രത്തോളം നമ്മളുടെ മൈൻഡിനെ നമ്മൾ വൈഡാക്കണോ, നമ്മൾ എത്രത്തോളം നമ്മളുടെ ഹൃദയത്തിനെ വൈഡാക്കണോ. ചിലവർ ഞാൻ പറഞ്ഞില്ലേ, രണ്ടിലും നമ്മൾ ഈ പൈലാറാണോ എടുത്തിരിക്കുന്ന രണ്ടിലും അവർ ചിന്തനകൾ അവർക്ക് കൂടുതലാണ്. മീൻസ് ഹൃദയം കൊണ്ടും അവരുടെ ഹൃദയത്തിനെ അവർ വലുതാക്കുന്നില്ല, അവരുടെ ഹൃദയത്തിനെ അവർ തന്നെയാണ് കൂട്ടിലടച്ചു വെച്ചിരിക്കുന്നത്.
ഓക്കെ, നിങ്ങൾ തന്നെയാണ് നിങ്ങളുടെ ഹൃദയത്തിനെ കൂട്ടിലടച്ച് വെച്ചിരിക്കുന്നത്. പുറത്തൊക്കെ കുറേ ഹൃദയം കൊണ്ട് നടക്കുന്ന ആൾക്കാരുണ്ട്. എല്ലാവരും നിങ്ങൾക്കിപ്പോൾ ബാക്ക് സ്റ്റാബിങ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ വ്യക്തിയെ മാതിരി തന്നെയാണ് എല്ലാവരും എന്ന് വിചാരിക്കേണ്ട. പുറത്ത് കുറേ നോക്കും സ്നേഹമുള്ള ആൾക്കാരുണ്ട്, വേറെയും കുറേ സ്നേഹമുള്ള ആൾക്കാരുണ്ട്. പക്ഷേ ആ സ്നേഹം അക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു എനർജി അത് നിങ്ങൾക്ക് ഇപ്പോൾ കിട്ടുന്നില്ല, നിങ്ങളത് കാണിക്കുന്നില്ല എന്നാണ് ഇതിൽ കാണുന്നത്. അതേമാതിരി തന്നെ കരിയറിലായാലും ശരി, കരിയറിൽ നിങ്ങൾക്ക് സന്തോഷം തരുന്ന കരിയർ അല്ലെങ്കിൽ നിങ്ങളുടെ കഴിവിനെ ഏത് കരിയറാണോ പ്രോത്സാഹിപ്പിക്കുന്നത് ആ കരിയറിൽ നിങ്ങൾ തിരഞ്ഞെടുക്കുന്നതായിരിക്കും കൂടുതൽ നന്നായിരിക്കുക. അപ്പം നിങ്ങൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പഴയ ചില കാര്യങ്ങൾ അല്ലെങ്കിൽ പഴയ വഴിയിൽ തന്നെ ഇങ്ങനെ നടന്നുകൊണ്ടിരുന്നു പറഞ്ഞാൽ ഒരുപക്ഷെ നിങ്ങൾക്കത് കിട്ടില്ലായിരിക്കും. നിങ്ങൾ പുതിയ ആശയങ്ങൾ തിരഞ്ഞെടുക്കണമായിരിക്കും, പുതിയ ആശയങ്ങളെ പറ്റി ചിന്തിക്കണമായിരിക്കും. എന്നാലേ അത് നിങ്ങളെത്തേണ്ട സ്ഥാനത്ത് നിങ്ങളെത്തുള്ളൂ. അതിനുവേണ്ടി ചിലപ്പോൾ നിങ്ങൾക്ക് കുറച്ച് സ്ട്രാറ്റജീസൊക്കെ ഉണ്ടാക്കേണ്ടി വരുമായിരിക്കും. നിങ്ങൾക്കത് കണ്ടുപിടിക്കണം. എന്ത് ചെയ്താലാണ് നിങ്ങൾ ആശിക്കുന്ന വിധത്തിലുള്ള ജീവിതം നിങ്ങൾക്ക് കിട്ടുള്ളൂ. അത് നിങ്ങളുടെ ഫൈനാൻഷ്യൽ ആയാലും ശരി, നിങ്ങളുടെ റിലേഷൻഷിപ്പിലായാലും ശരി. ഓക്കെ, സോ നമുക്ക് ഗൈഡൻസ് ആയിട്ട് നോക്കാം ശിവഭഗവാൻ എന്ത് ഗൈഡൻസ് ആണ് ഈ ശിവരാത്രി സമയത്ത് നിങ്ങൾക്ക് തരണതെന്ന് നോക്കാം. ഈ ഫസ്റ്റ് പൈൽ ആരാണോ തിരഞ്ഞെടുത്തിരിക്കുന്നത് അവർക്കുള്ള ഒരു ഗൈഡൻസ് ആയിട്ട് എന്താണ് ശിവഭഗവാൻ നിങ്ങൾക്ക് തരണമെന്ന് നോക്കാം. ഓക്കെ ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങളുടെ ജീവിതത്തിലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് നിങ്ങൾ സ്വയം കണ്ടുപിടിക്കേണ്ടതുണ്ട്. കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കേണ്ടതുണ്ട്. എന്ത് കണ്ടാലാണ് അല്ലെങ്കിൽ എന്ത് ചെയ്താലാണ് എനിക്ക് സന്തോഷം കിട്ടുക, അല്ലെങ്കിൽ ഞാൻ ഏത് വഴിയിൽ പോയാലാണ് ഞാൻ വിചാരിക്കുന്ന മാതിരിയുള്ള ജീവിതം എനിക്ക് കിട്ടുക. അതാണ് ഇവിടെ പറയണത്. അത് നിങ്ങൾ സ്വയം തിരഞ്ഞെടുക്കണം. ഇപ്പോൾ ഒരു സ്റ്റുഡൻസ് പറയുകയാണ് എനിക്ക് സയൻസിലാണ് ഇഷ്ടം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഓഫ് കോഴ്സ് ഫിസിക്സ് കെമിസ്ട്രിയും ബയോളജിയിൽ നിങ്ങൾക്കത് നിങ്ങളതിൽ മാസ്റ്റർ ചെയ്താലേ നിങ്ങൾക്കത് ഇത് കിട്ടുള്ളൂ. ചിലവർക്ക് എഞ്ചിനീയറിങ്, ഇപ്പോൾ സയൻസിലാണെങ്കിൽ പോലും ചിലവർക്ക് എഞ്ചിനീയറിംഗ് ആണ് ഇഷ്ടം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് നിങ്ങൾക്ക് മാത്സ് കെമിസ്ട്രിയും ഫിസിക്സ് പഠിച്ചാലേ നിങ്ങൾക്ക് ആ സയൻസിൽ നിന്നിട്ട് ആ എഞ്ചിനീയർ ആവാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ചിലവർ ഡോക്ടർ ആവണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എൻട്രൻസ് എക്സാം എഴുതുമ്പോൾ നിങ്ങൾക്കിത് 3 എഴുതണം, പക്ഷേ നിങ്ങൾക്ക് ബയോളജിയിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ അതാണ് നിങ്ങൾക്ക് ഏതിലാണ് നിങ്ങൾക്ക് ഏത് വഴിയിലാണ് പോകേണ്ടത് എന്ന് പറഞ്ഞാൽ ആ വഴി നിങ്ങൾക്ക് തിരഞ്ഞെടുക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ തന്നെയാണ് അതിൽ ശ്രമിക്കേണ്ടത്. ഇപ്പം അമ്മയ്ക്കോ അച്ഛനോ അല്ലെങ്കിൽ വേറെ വല്ലവർക്കോ ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ട്യൂഷന് വേണ്ടിയിട്ട് പൈസ ചിലവാക്കാൻ പറ്റുമായിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾക്ക് ട്യൂഷൻ എടുത്ത് തരാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ കൂടെ വരാൻ പറ്റുമായിരിക്കും, നിങ്ങളെ ഒരു സപ്പോർട്ട് ചെയ്യാൻ പറ്റുമായിരിക്കും. എന്നാലും നിങ്ങൾ തന്നെയാണ് എൻട്രൻസ് എക്സാം എഴുതേണ്ടത്, നിങ്ങൾ തന്നെയാണ് പാസ്സാകേണ്ടത്, നിങ്ങൾക്ക് തന്നെയാണ് അഡ്മിഷൻ കിട്ടേണ്ടത്. നിങ്ങളുടെയൊക്കെ സപ്പോർട്ടിന് കുറേ പേരുണ്ടെങ്കിലും അത് നിങ്ങൾക്ക് തന്നെയാണ് കിട്ടേണ്ടത്, നിങ്ങൾ തന്നെയാണ് പഠിക്കേണ്ടത്, നിങ്ങൾ തന്നെയാണ് എഞ്ചിനീയർ ആവേണ്ടത്, അല്ലെങ്കിൽ നിങ്ങൾ തന്നെയാണ് ഡോക്ടർ ആവേണ്ടത്. ഓക്കെ, സോ അത് നിങ്ങളാണ് തീരുമാനിക്കേണ്ടത്. ആ എനർജി, അത് നിങ്ങളുടെ കഴിവുകൾ അതെല്ലാം ഈശ്വരൻ തന്നിട്ടുണ്ടെങ്കിൽ പോലും അത് നിങ്ങൾ തന്നെയാണ് കണ്ടുപിടിച്ച് അതിനെ പോളിഷ് ചെയ്യേണ്ടത്. പിന്നെ കുറേ കാര്യങ്ങൾക്ക് നിങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലെറ്റ് ഗോ ചെയ്യണം. നിങ്ങൾ കുറേ പഴയ കാര്യങ്ങൾ അല്ലെങ്കിൽ പഴയ എന്തെങ്കിലും ബാഡ് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അതിനെ തന്നെ നിങ്ങൾ ഹാങ് ചെയ്ത് വെച്ചിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിൽ തന്നെ നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് മുന്നിൽ പോകാൻ പറ്റില്ല. പഴയ കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് വിടേണ്ടി വരും. പഴയ കുറേ ആൾക്കാർ അല്ലെങ്കിൽ കുറേ ഫ്രണ്ട്ഷിപ്പ് അതൊക്കെ നിങ്ങൾക്ക് വിടേണ്ടി വരും. എന്നാലേ നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിനെയും മൈൻഡിനെയും നിങ്ങൾ ലൈറ്റാക്കിയാലേ നിങ്ങൾക്ക് മുന്നിൽ പോകാൻ പറ്റുള്ളൂ ജീവിതത്തിൽ. ഓക്കെ, സോ ഇതാണ് ഫസ്റ്റ് പൈൽ ബ്രൗൺ കളർ ആരാണോ തിരഞ്ഞെടുത്തിരിക്കുന്നത് അവർക്ക് ശിവരാത്രിക്കുള്ള ഒരു മെസ്സേജ്. ഓക്കെ, താങ്ക് യു ഫ്രണ്ട്സ്. ഹലോ ഫ്രണ്ട്സ്, ഈ ബ്ലൂ കളർ ആരാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത് അവരുടെ റീഡിങ് എങ്ങനെയായിരിക്കും എന്ന് നോക്കാം. ഓക്കെ, സോ ശിവരാത്രിക്ക് നിങ്ങൾക്ക് ശിവഭഗവാൻ എന്ത് മെസ്സേജാണ് തരണത് എന്ന് നോക്കാം. ഓക്കെ, അവരുടെ റീഡിങ് എങ്ങനെയായിരിക്കും എന്ന് നോക്കാം. അവരുടെ ജീവിതത്തിൽ എന്താണ് വരാൻ പോണത് എന്ന് നോക്കാം. ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ എല്ലാം നല്ലതാണ്. നിങ്ങൾ എന്തൊക്കെ ആഗ്രഹിക്കുന്നോ അതൊക്കെ നിങ്ങൾക്ക് വരാൻ പോകുന്നതായിട്ടാണ് കാണുന്നത്. ചിലവർക്ക് കരിയറിലായാലും ശരി, നിങ്ങൾക്ക്
ഓക്കെ, നിങ്ങൾ ആഗ്രഹിക്കുന്ന മാതിരി മീൻസ് നോക്കൂ, നിങ്ങൾക്ക് ഇമോഷണൽ സപ്പോർട്ട് അത് ഈശ്വരൻ തരുന്നതായിട്ടാണ് കാണുന്നത്. മീൻസ് നിങ്ങൾ ഇമോഷണലി സ്ട്രോങ് ആവാനാണ് ഇവിടെ പറയണത്. മീൻസ് നിങ്ങൾക്ക് നിങ്ങളുടെ ഇപ്പോൾ മൈൻഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറേ കാര്യങ്ങളിൽ ഡൈവേർട്ടായിട്ട് പോയിരിക്കുകയാണ്. എന്താണ് ചെയ്യേണ്ടത്, എവിടേക്കാണ് പോകേണ്ടത്, എങ്ങനെയാണ് ചെയ്യേണ്ടത്, മീൻസ് അതിൽ നിങ്ങൾ ജഗ്ലിങ് ചെയ്യുകയാണ്. നിങ്ങൾക്ക് ബാലൻസിങ് ഇല്ല ലൈഫിൽ. അപ്പോൾ അത് പെട്ടെന്ന് വരുന്നതായിട്ട് മീൻസ് അത്രയും സ്ട്രോങ് ആയിട്ട് മീൻസ് നിങ്ങൾ ഒരു മീൻസ് നിങ്ങളുടെ കഴിവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഭയങ്കര കഴിവുകളുണ്ട് എല്ലാ ഇതിലും. മീൻസ് നിങ്ങൾക്കിപ്പോൾ കരിയറിലായാലും ശരി, അല്ലെങ്കിൽ നിങ്ങളുടെ ഫൈനാൻസിലായാലും ശരി, നിങ്ങൾക്ക് എല്ലാം കിട്ടാനുള്ള ഒരു ഭാഗ്യമുണ്ട്, അല്ലെങ്കിൽ എല്ലാം നേടാനുള്ള ഒരു കഴിവുണ്ട്. പക്ഷെ ആ കഴിവിനെ നിങ്ങൾ മനസ്സിലാക്കുന്നില്ല. ആ കഴിവിനെ യൂസ് ചെയ്തിട്ട് അതെല്ലാം നിങ്ങൾക്ക് ജീവിതത്തിൽ കൊണ്ടുവരാനുള്ള ഒരു എനർജി അത് നിങ്ങൾക്ക് കിട്ടുന്നില്ല. അതെന്തുകൊണ്ട് നിങ്ങൾക്ക് കിട്ടുന്നില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ എടുക്കുന്ന ഡിസിഷൻസ് എടുക്കാൻ വൈകുന്നത് കൊണ്ട്. മീൻസ് നിങ്ങൾ വിചാരിക്കണേ ഇത് ചെയ്താലോ അത് ചെയ്താലോ, അല്ലെങ്കിൽ ഇവർ പറഞ്ഞാൽ കേട്ടാലോ അവർ പറഞ്ഞാൽ കേട്ടാലോ, അങ്ങനെയൊക്കെയുള്ള ഒരു ആയിട്ടാണ് നിങ്ങളെ ഇവിടെ കാണുന്നത്. ആക്ച്വലി നിങ്ങൾക്ക് ഭയങ്കര ബുദ്ധിയുണ്ട്. നിങ്ങൾ ആ ബുദ്ധിയെ ഒരു ഇതിൽ കൊണ്ടുവരാതെ മീൻസ് ഒരു കാര്യമെങ്കിലും നേടണമെങ്കിൽ നിങ്ങൾ ആ ഒരു കാര്യത്തിലേക്ക് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത്. അല്ലാതെ നിങ്ങൾ എന്താണെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾക്ക് എല്ലാ ഇതിലും നിങ്ങൾക്ക് വേണമെങ്കിൽ കരിയറിലും മീൻസ് നല്ലത് വരുത്താം, നിങ്ങളുടെ റിലേഷൻഷിപ്പിലും നല്ലത് വരുത്താം, നിങ്ങളുടെ ഫൈനാൻസിലും നല്ലത് വരുത്താം. അത്രയ്ക്കുള്ള ഒരു കഴിവുണ്ട് നിങ്ങൾക്ക്. ഇൻഫൈനൈറ്റ് ഒരു മൈൻഡ് ഉണ്ടല്ലോ, അത് നിങ്ങൾക്കുണ്ട്. പക്ഷേ അതെല്ലാം ചെയ്യാനുള്ള ഒരു കഴിവുണ്ടായിട്ട് പോലും അത് ചെയ്യാനുള്ള ഒരു എനർജി അത് നിങ്ങൾ കൊണ്ടുവരുന്നില്ല. മീൻസ് നിങ്ങളുടെ എനർജി എല്ലാറ്റിലും ഡൈവേർട്ട് ചെയ്യുകയാണെങ്കിൽ കൂടിയിട്ടും അത് ഡൈവേർട്ടൊക്കെ ചെയ്താലും നിങ്ങൾക്കൊക്കെ അതൊക്കെ കിട്ടാനുള്ള ഒരു സത്യം പറഞ്ഞാൽ ഒരു കഴിവുണ്ടെങ്കിൽ പോലും ആ ഒരു കഴിവിനെ മീൻസ് ഇപ്പം നിങ്ങൾക്ക് സത്യം പറഞ്ഞാൽ നിങ്ങൾക്ക് ഫോർ എക്സാമ്പിൾ നിങ്ങളൊരു സ്റ്റുഡൻ്റ് ആണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മാത്സിലും നല്ല ബുദ്ധിയുണ്ട്, അതേമാതിരി തന്നെ ബയോളജിയിലും നല്ല ബുദ്ധിയുണ്ട്. മീൻസ് നിങ്ങൾ സയൻസിലും നല്ല ബുദ്ധിയുണ്ട്, മാത്സിലും നല്ല ബുദ്ധിയുണ്ട്, നിങ്ങൾക്ക് ഹിസ്റ്ററിയിലും നല്ല ബുദ്ധിയുണ്ട്. എല്ലാറ്റിലും നിങ്ങൾക്ക് A+, ആണ് കിട്ടുന്നത്. ഇവിടെ അത്രയ്ക്കുള്ള ഒരു കഴിവ്, അങ്ങനെയുള്ള ഒരു കഴിവുണ്ട്. പക്ഷെ നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല നിങ്ങൾക്ക് ഹിസ്റ്ററി എടുക്കണോ, അതേമാതിരി തന്നെ നിങ്ങൾ സയൻസ് എടുക്കണോ, എഞ്ചിനീയറിങ്ങിന് പോകണോ, അല്ല നിങ്ങൾക്ക് ഇതിലേക്ക് പോകണോ. അപ്പോൾ ഏതിൽ പോയാലും നിങ്ങൾക്ക് ഏത് എക്സാമും നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാനുള്ള ഒരു ബുദ്ധി ഇവിടെ ഉള്ളതായിട്ടാണ് കാണുന്നത്. അപ്പോൾ അതൊക്കെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഉണ്ടെങ്കിൽ പോലും പക്ഷെ നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല നിങ്ങൾക്ക് ഏത് വഴിയിൽ എന്താണ് എടുക്കേണ്ടത്. മീൻസ് BA എടുക്കണോ, അതേമാതിരി തന്നെ സയൻസ് BSc എടുക്കണോ, അല്ലെങ്കിൽ എൻജിനീയറിംഗ് എടുക്കണോ, ഡോക്ടർ ആവണോ, എന്താണ് എന്നുള്ളതിൻ്റെ ഒരു മീൻസ് ഏറ്റവും വലിയ പൊസിഷനിൽ എത്താനുള്ള ഒരു കഴിവും നിങ്ങൾക്കുണ്ട്. നിങ്ങൾക്ക് UPSC എടുക്കണോ, അല്ല നിങ്ങൾ ഡോക്ടർ ആവണോ, അല്ല എൻജിനീയർ ആവണോ, അങ്ങനെയൊക്കെയാണ് നിങ്ങൾ ചിന്തിച്ചോളൂ. അപ്പോൾ ആ ചിന്തനകൾ നിങ്ങളെ ഇത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിലേക്ക് അങ്ങനെ ഒരു ചിന്ത മീൻസ് ഏതെങ്കിലും ഒരു ഡിസിഷൻ എടുക്കാനുള്ള ഒരു സമയം നിങ്ങളുടെ ജീവിതത്തിൽ വന്നു കഴിഞ്ഞു എന്നാണ് ഇവിടെ പറയുന്നത്. മീൻസ് എല്ലാറ്റിലും നിങ്ങൾ മാസ്റ്ററാണ്, എല്ലാറ്റിലും എല്ലാവിധ കഴിവുകളും നിങ്ങൾക്കുണ്ട്. പക്ഷേ എന്തെങ്കിലും ഒരു വഴി പോയാലേ നമ്മളുടെ ജീവിത ലക്ഷ്യത്തിലെത്താൻ പറ്റുള്ളൂ. ഒരു വഴിക്ക് പോയാലേ നമ്മൾ ആ വഴി ഒരു വഴി തിരഞ്ഞെടുത്താലേ നമ്മളുടെ ലൈഫിൽ സെറ്റിലാവുള്ളൂ നമ്മൾ. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഡിസിഷൻ എടുക്കാനുള്ള ഒരു സ്ട്രെങ്ത് നിങ്ങൾക്ക് വരുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത്. അപ്പം അത് ഇത്രയും ദിവസങ്ങളിൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ടെൻഷനാണ്. എന്ത് ചെയ്താലാണ്, എങ്ങനെ ചെയ്താലാണ്, ആര് പറഞ്ഞാലാണ്, എങ്ങനെ പറഞ്ഞാലാണ് എന്നൊക്കെയുള്ള നിങ്ങൾ ചിന്തിച്ച് മീൻസ് നിങ്ങൾക്ക് മുകളിൽ കയറിപ്പോണം. പക്ഷെ അപ്പോഴും നിങ്ങൾ ഇവിടെ താഴെ തന്നെയാണ് നിൽക്കണത്. എന്നിട്ട് നിങ്ങൾ നോക്കുകയാണ് എങ്ങനെയാണ് ഞാൻ പോണ്ടേ. ഇവിടെ നിങ്ങൾക്ക് വഴികാട്ടിയായിട്ട് ഈശ്വരനുണ്ട്. നോക്കൂ, നിങ്ങൾ ഇങ്ങനെ ഈ സ്റ്റെപ്സിൽ കൂടിയാണ് നിങ്ങൾക്ക് കയറേണ്ടത്. നിങ്ങൾ ഇങ്ങോട്ട് നോക്കൂ, ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് ഈശ്വരനും നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട്, ഭഗവാനും നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട്. ആ കാണിച്ച് തന്നു കഴിഞ്ഞാൽ, ആ സ്റ്റെപ്പിൽ നിങ്ങൾ പോയി കഴിഞ്ഞാൽ, ആ ജീവിതത്തിൻ്റെ ആ വഴിയിൽ നിങ്ങൾ എത്തിക്കഴിഞ്ഞാൽ അത് അവനോൻ തന്നെയാണ് കണ്ടുപിടിക്കേണ്ടത്. നിങ്ങൾക്ക് ഇവിടെ ഈശ്വരൻ കാണിച്ചു തരുമ്പോൾ ഇങ്ങോട്ട് തിരിഞ്ഞിട്ടാണ് നിൽക്കുന്നത്. അപ്പം നിങ്ങൾ അങ്ങോട്ടൊന്ന് നോക്കൂ, ഈശ്വരനിലേക്കൊന്ന് നോക്കൂ, ഈശ്വരനോടൊന്ന് ചോദിച്ചു നോക്കൂ.
അപ്പം നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റും, നിങ്ങൾക്ക് തന്നെ കിട്ടും എവിടേക്കാണ് നിങ്ങൾക്ക് പോകേണ്ടത്, ഏത് സ്റ്റെപ്സിൽ കൂടെ പോയാലാണ് നിങ്ങൾ മുകളിൽ പോവുക, നിങ്ങളുടെ ജീവിതം മുന്നിൽ പോവുക. നിങ്ങളുടെ ജീവിതം മുകളിൽ പോകുക എന്ന് പറഞ്ഞാൽ നോക്കൂ, ഇവിടെ നിങ്ങൾ ബ്ലിസ്ഫുള്ളായിട്ടുള്ള ഒരു ലൈഫാണ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ ശാന്തി, മനസ്സമാധാനം, ഹാപ്പിനെസ് എല്ലാം കിട്ടാൻ പോകുന്നത് അതാണ്. മീൻസ് എന്തെങ്കിലും ഒന്ന് തിരഞ്ഞെടുക്കൂ. ആ തിരഞ്ഞെടുക്കുന്ന ഒരു ഡിസിഷൻ ഉണ്ടല്ലോ, അത് ശരിക്കും പറഞ്ഞാൽ നമ്മൾക്ക് തിരഞ്ഞെടുക്കാൻ പറ്റുന്നില്ല, നമ്മൾക്കത് മനസ്സിലാക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ സറണ്ടർ ചെയ്യൂ, ഈശ്വരനിലേക്ക് സറണ്ടർ ചെയ്യൂ. ഈശ്വരനോട് ചോദിച്ചു നോക്കൂ, ഞാൻ ഏത് വഴിയാണ് തിരഞ്ഞെടുക്കേണ്ടത് എന്ന് വെച്ചിട്ട് നമ്മളിപ്പോൾ പറയില്ലേ, നമ്മൾ ഈശ്വരൻ ഓക്കെ എനിക്ക് ഇനി ഒന്നും ചെയ്യാൻ പറ്റില്ല, നിങ്ങൾ തന്നെ ഒക്കെ ചെയ്തോളൂ എന്ന്. അങ്ങനെ ഈശ്വരൻ തന്നെ എനിക്ക് എല്ലാ വഴിയും കാണിച്ചു തരട്ടെ എന്ന് പറഞ്ഞാൽ നമ്മൾ മിണ്ടാണ്ടിരിക്കുക, അങ്ങനെയല്ല ഈശ്വരൻ പറയണം. ഈശ്വരൻ ഒരു നമ്മൾക്കൊരു ഇൻറ്റ്യൂഷൻ ഉണ്ടാവില്ലേ, നമ്മൾ എങ്ങനെ എന്ത് ചെയ്താലാണ് നമ്മളുടെ ഒരു വൈഡായിട്ട് നമ്മൾ ചിന്തിച്ച് നോക്കല്ലേ. അപ്പം അങ്ങനെയുള്ള ഒരു ചിന്തന നിങ്ങളുടെ ജീവിതത്തിൽ വരുന്നതായിട്ടാണ് കാണുന്നത്. അത് നിങ്ങൾക്ക് ആ വഴി നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ നിങ്ങളുടെ ജീവിതത്തിൽ വരുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത്. ഓക്കെ, ശിവഭഗവാൻ എന്തായാലും നിങ്ങളെ രക്ഷിക്കും, നിങ്ങൾക്കത് മനസ്സിലാക്കി തരും. നിങ്ങളെ ഏത് റിലേഷൻഷിപ്പിൽ പോയാലാണ് നിങ്ങൾക്ക് സന്തോഷം, സമാധാനം കിട്ടുക, ഏത് കരിയർ നിങ്ങൾ ചൂസ് ചെയ്താലാണ് നിങ്ങൾക്ക് ഇത് നിങ്ങളുടെ ജീവിതത്തിൽ നല്ലത് വരിക, അതേമാതിരി തന്നെ നിങ്ങളുടെ ഫൈനാൻസിന് വേണ്ടിയിട്ട് നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്, അങ്ങനെയൊക്കെയുള്ള ഒരു ഗൈഡൻസ് നിങ്ങളുടെ ലൈഫിൽ വരുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത്. ഓക്കെ, അതേമാതിരി തന്നെ നിങ്ങളെ അക്സെപ്റ്റ് ചെയ്യൂ. മീൻസ് നിങ്ങൾക്ക് നിങ്ങളുടെ കഴിവുകൾ എന്താണ് അതിനെ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യൂ. നിങ്ങളുടെ കഴിവുകൾ എന്താണ് അത് നിങ്ങൾ മനസ്സിലാക്കൂ. നിങ്ങളാദ്യം നിങ്ങളെ അക്സെപ്റ്റ് ചെയ്യൂ. മീൻസ് നിങ്ങളിവിടെ നോക്കുന്ന ആരെങ്കിലും വരുന്നുണ്ടോ, അല്ലെങ്കിൽ വേറെ വല്ലവരും പറയുന്നുണ്ടോ, അങ്ങനെയല്ല. ഇവിടെ ഈശ്വരൻ കാണിച്ചു തരുന്നുണ്ട്, നീ തനിയെ പോ, നിനക്ക് കയറാനുള്ള പടി ഇവിടെ ഉണ്ടല്ലോ, നീ പോ, നിനക്ക് കാണുന്നുണ്ടല്ലോ, നീ ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്ക്, ഇവിടെ എത്ര പടികളാണ് നിനക്ക് വേണ്ടിയിട്ട് ഞാൻ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അതാണ് ഈശ്വരൻ നിന്നോട് പറയണത്. അപ്പം അത് തിരഞ്ഞെടുക്കൂ. നിങ്ങൾ ആദ്യം തനിയെ പോയി നോക്കൂ, എന്നിട്ട് മറ്റുള്ളവരെ നിങ്ങൾക്കിപ്പോൾ വല്ലവരെയും കൊണ്ടുപോകണം എന്നുണ്ടെങ്കിൽ ആദ്യം നിങ്ങൾ കയറി പോവൂ. എന്നാലേ മറ്റുള്ളവർ ഇവിടെ സ്റ്റെപ്സ് ഉണ്ട് എന്ന് അവർക്ക് മനസ്സിലാവുള്ളൂ, അവർ നിങ്ങളുടെ ആ സ്റ്റെപ്സിലേക്ക് വരുള്ളൂ. അപ്പോൾ ആദ്യം പോകേണ്ട ഒരു സ്റ്റെപ്പ് അത് നിങ്ങൾ എടുക്കണം എന്നാണ് പറയുന്നത്. ആ എടുക്കാനുള്ള ഒരു എനർജി, മീൻസ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് മുന്നിൽ പോകാനുള്ള ഒരു എനർജി, അത് നിങ്ങൾക്ക് ഇവിടെ വരുന്നതായിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് നിങ്ങൾക്കിവിടെ കയറാൻ പറ്റും എന്നുള്ളത് ഒരു അക്സെപ്റ്റൻസ് ഉണ്ടല്ലോ, സ്വയം അക്സെപ്റ്റൻസ്, അത് നിങ്ങൾക്ക് കാണിച്ചു തരുന്നതായിട്ടാണ് കാണുന്നത്. അതേമാതിരി തന്നെ നിങ്ങൾക്ക് അതിനുള്ള അറിവുണ്ട്. നിങ്ങൾക്ക് എന്തും മീൻസ് എവിടെ പോകണോ, എന്ത് ചെയ്യണോ അതിനെപ്പറ്റിയുള്ള ഒരു അറിവ് നിങ്ങൾക്കുണ്ട്. അപ്പോൾ ആ അറിവിനെ നിങ്ങൾ മീൻസ് ആ അറിവ് നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യൂ. ആ അറിവ് വെച്ച് നിങ്ങൾ ആക്ഷൻ എടുക്കൂ. അതാണ് ഇവിടെ ചെയ്യാൻ പറയണത്. മീൻസ് ആ അറിവിനെ വെച്ചിട്ട് നിങ്ങൾ വിചാരിക്കണം, എനിക്കതിനുള്ള അറിവുണ്ടല്ലോ, എനിക്കതിനുള്ള ബുദ്ധിയുണ്ടല്ലോ, പിന്നെ എന്തുകൊണ്ടാണ് ഞാൻ മടിക്കണത്, പിന്നെ എന്തുകൊണ്ടാണ് ഞാൻ മറ്റുള്ളവരുടെ സപ്പോർട്ടിനെ ആവശ്യപ്പെടുന്നത്. അപ്പോൾ അത് ആദ്യം സ്വന്തം അറിവിനെ, സ്വന്തം കഴിവിനെ അത് മനസ്സിലാക്കി നിങ്ങൾ സ്വയം തന്നെ മുന്നിൽ പോകാനുള്ള ഒരു എനർജി, ഒരു സ്ട്രെങ്ത്ത്, അത് നിങ്ങൾക്ക് ഇവിടെ വരുന്നതായിട്ടാണ് കാണുന്നത്. ഓക്കെ, സോ അത് നിങ്ങൾക്ക് ഭഗവാൻ തരുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ ആ മെസ്സേജസ് ആണ് ഇവിടെ ശിവഭഗവാൻ നിങ്ങൾക്ക് തരുന്നത്. ഓക്കെ, സോ ഇതൊരു ചെറിയ റീഡിംഗ് ആണ് ഫ്രണ്ട്സ്. ഇത് ആർക്കൊക്കെ റെസിനേറ്റ് ചെയ്യുന്നു അവരൊക്കെ പോസിറ്റീവായി എടുക്കുക, അല്ലാത്തവർ ജസ്റ്റ് സ്കിപ്പ് ചെയ്യുക. ഓക്കെ, താങ്ക് യു ഫ്രണ്ട്സ്.